ആരുടെ ആത്മകഥയാണ് കടുത്ത? ഉത്തരം KM സലിംകുമാർ. ആരുടെ ആത്മകഥയാണ് കടുത്ത? ഉത്തരം KM സലിംകുമാർ. ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് PS ശ്രീധരൻപിള്ളയെ മാറ്റി പകരം നിയമിച്ചതാരെയാണ്? ഉത്തരം പശുപതി അശോക് ഗജപതി. ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് PS ശ്രീധരൻപിള്ളയെ മാറ്റി പകരം നിയമിച്ചതാരെയാണ്? ഉത്തരം പശുപതി അശോക് ഗജപതി. 128 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ തിരിച്ചെത്തിയ കായിക ഇനം ഏത്? ഉത്തരം ക്രിക്കറ്റ്. 128 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ തിരിച്ചെത്തിയ കായിക ഇനം ഏത്? ഉത്തരം ക്രിക്കറ്റ്. വനിതാ ഫുട്ബോളിലെ ഏറ്റവും വിലയേറിയ താരമാര്? ഉത്തരം ഒലീവിയ സ്മിത്ത്. ഇവർ കാനഡയിൽ നിന്നുള്ളവരാണ്. വനിതാ ഫുട്ബോളിലെ ഏറ്റവും വിലയേറിയ താരം ആരാണ്? ഉത്തരം ഒലിവിയ സ്മിത്ത്. ഇവർ കാനഡക്കാരിയാണ്. കേരളത്തിലെ വള്ളം കളിയോട് സാദൃശ്യമുള്ള പാക്കു ജലൂർ ഏതു രാജ്യത്തെ വിനോദമാണ്? ഉത്തരം ഇന്തോനേഷ്യ. കേരളത്തിലെ വള്ളം കളിയോട് സാദൃശ്യമുള്ള പാക്കു ജലൂർ ഏതു രാജ്യത്തെ വിനോദമാണ്? ഉത്തരം ഇന്തോനേഷ്യ. 2029 മുതൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് മുതൽ വോട്ടിംഗ് പ്രായം 18 നിന്ന് 16 കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന രാജ്യമേത്? ഉത്തരം ബ്രിട്ടൻ. 2029 മുതൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് മുതൽ വോട്ടിംഗ് പ്രായം 18 നിന്ന് 16 കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന രാജ്യമേത്? ഉത്തരം ബ്രിട്ടൻ. ഏതു രാജ്യത്തിൻ്റെ ആദ്യ തദ്ദേശീയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് DROR-1? ഉത്തരം ഇസ്രായേൽ. ഏതു രാജ്യത്തിൻ്റെ ആദ്യ തദ്ദേശീയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് DROR-1? ഉത്തരം ഇസ്രായേൽ. ഇന്ത്യയിലെ ആദ്യ വാട്ടർ ടെക്നോളജി പാർക്കായ അക്വാടെക് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംസ്ഥാനമേത്? ഉത്തരം അസം. ഇന്ത്യയിലെ ആദ്യ വാട്ടർ ടെക്നോളജി പാർക്കായ അക്വാടെക് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംസ്ഥാനമേത്? ഉത്തരം അസം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഏത് സംഘടനയെയാണ് അമേരിക്ക ഈയിടെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത്? ഉത്തരം ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് അഥവാ TRF. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഏത് സംഘടനയെയാണ് അമേരിക്ക ഈയിടെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത്? ഉത്തരം ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് അഥവാ TRF. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡ് ഏത്? ഉത്തരം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡ് ഏതാണ്? ഉത്തരം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? ഉത്തരം 2025 മെയ് 2. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? ഉത്തരം 2025 മെയ് 2. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആര്? ഉത്തരം TT കൃഷ്ണമാചാരി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആര്? ഉത്തരം TT കൃഷ്ണമാചാരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലമേത്? ഉത്തരം വാരാണസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലമേത്? ഉത്തരം വാരാണസി. ISROയുടെ നിലവിലെ ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ V നാരായണൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ V നാരായണൻ. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം അഗസ്ത്യമല. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം അഗസ്ത്യമല. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ഉത്തരം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? ഉത്തരം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏത്? ഉത്തരം കൊല്ലം ചെങ്കോട്ട. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏത്? ഉത്തരം കൊല്ലം ചെങ്കോട്ട. മലബാറിലെ ആദ്യ ഡീസൽ വൈദ്യുത നിലയം ഏത്? ഉത്തരം നല്ലളം. മലബാറിലെ ആദ്യ ഡീസൽ വൈദ്യുത നിലയം ഏത്? ഉത്തരം നല്ലളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏത്? ഉത്തരം പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏത്? ഉത്തരം പുല്ലമ്പാറ. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യമേത്? ഉത്തരം കോകില സന്ദേശം. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യമേത്? ഉത്തരം കോകില സന്ദേശം. 2025 മാർച്ചിൽ അന്തരിച്ച വാൽക്കിൽമിർ ഏത് മേഖലയിൽ പ്രശസ്തൻ? ഉത്തരം ചലച്ചിത്ര രംഗം. 2025 മാർച്ചിൽ അന്തരിച്ച വാൽക്കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തൻ? ഉത്തരം ചലച്ചിത്ര രംഗം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതാര്? ഉത്തരം സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതാര്? ഉത്തരം സാറ ജോസഫ്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമേത്? ഉത്തരം ഒഡീഷ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമേത്? ഉത്തരം ഒഡീഷ. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസ അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം ശാസ്താംപാറ. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസ
അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം ശാസ്താംപാറ. കരിമ്പൻ എന്നത് ഒരു തരം ഡാഷ് ആണ്, ഉത്തരം ഫംഗസ്. കരിമ്പൻ എന്നത് ഒരു തരം ഡാഷ് ആണ്, ഉത്തരം ഫംഗസ്. DRDOയുടെ നിലവിലെ ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ സമീർ വി കാമത്ത്. DRDOയുടെ നിലവിലെ ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ സമീർ വി കാമത്ത്. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം പ്രോട്ടോസോവ. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം പ്രോട്ടോസോവ. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവെത്ര? ഉത്തരം 9 മുതൽ 11 വരെ മില്ലിഗ്രാം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവെത്ര? ഉത്തരം 9 മില്ലിഗ്രാം മുതൽ 11 മില്ലിഗ്രാം വരെ. ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ജൂലൈ 28. ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ജൂലൈ 28. എന്താണ് ബുഗ്യാൽ? ഉത്തരം ഹിമാലയത്തിലെ പുൽമേടുകൾ. എന്താണ് ബുഗ്യാൽ? ഉത്തരം ഹിമാലയത്തിലെ പുൽമേടുകൾ. കേവലം 1.5 ചതുരശ്ര കിലോമീറ്ററിൽ താഴെ മാത്രം വിസ്തൃതിയുള്ള കേരളത്തിലെ ദേശീയോദ്യാനമേത്? ഉത്തരം പാമ്പാടും ചോല. കേവലം 1.5 ചതുരശ്ര കിലോമീറ്ററിൽ താഴെ മാത്രം വിസ്തൃതിയുള്ള കേരളത്തിലെ ദേശീയോദ്യാനമേത്? ഉത്തരം പാമ്പാടും ചോല. സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? ഉത്തരം ഹൈഡ്രജൻ. സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? ഉത്തരം ഹൈഡ്രജൻ. ബ്രോൺസ് അഥവാ ഓട് ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കരമാണ്? ഉത്തരം കോപ്പർ ടിൻ. ബ്രോൺസ് അഥവാ ഓട് ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കരമാണ്? ഉത്തരം കോപ്പർ ടിൻ. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ആദ്യം അണിനിരക്കുന്ന രാജ്യമേത്? ഉത്തരം ഗ്രീസ്. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ആദ്യം അണിനിരക്കുന്ന രാജ്യമേത്? ഉത്തരം ഗ്രീസ്. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശമെന്ത്? ഉത്തരം ആരോഗ്യമുള്ള തുടക്കങ്ങൾ, പ്രതീക്ഷയുടെ ഭാവികൾ. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശമെന്ത്? ഉത്തരം ആരോഗ്യമുള്ള തുടക്കങ്ങൾ, പ്രതീക്ഷയുടെ ഭാവികൾ. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 55ാമത് ഉച്ചകോടിക്ക് വേദിയായതേത്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 55ാമത് ഉച്ചകോടിക്ക് വേദിയായത്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ്? ഉത്തരം ബഹാദൂർ സിംഗ് സാഗു. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ്? ഉത്തരം ബഹാദൂർ സിംഗ് സാഗു. 2025 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി ദ ബ്രൂട്ടലിസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സംവിധായകനായി ഏഡ്രിയൻ ബ്രൂഡി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടിയായി ഫെർണാണ്ടോ ടോറസ് തിരഞ്ഞെടുക്കപ്പെട്ടു. കോമഡി വിഭാഗത്തിലെ മികച്ച സിനിമയായി എമിലിയ പെരസ് തിരഞ്ഞെടുക്കപ്പെട്ടു. 2025 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്, മികച്ച സംവിധായകൻ ഏഡ്രിയൻ ബ്രൂഡി, മികച്ച നടി ഫെർണാണ്ടോ ടോറസ്, കോമഡി വിഭാഗത്തിലെ മികച്ച സിനിമ എമിലിയ പെരസ്. ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ്? ഉത്തരം കോട്ടയം. ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് ഏതാണ്? ഉത്തരം കോട്ടയം. 2025 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? ഉത്തരം കാർലോസ് അൽക്കരാസ്. 2025 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാര്? ഉത്തരം കാർലോസ് അൽക്കരാസ്. സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ഹൃദയമിടിപ്പ് എത്ര? ഉത്തരം മിനിറ്റിൽ 60 മുതൽ 100 വരെ. സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ഹൃദയമിടിപ്പ് എത്ര? ഉത്തരം മിനിറ്റിൽ 60 മുതൽ 100 വരെ. അണലിയുടെ വിഷം മനുഷ്യ ശരീരത്തിൽ എന്തിനെയാണ് ബാധിക്കുന്നത്? ഉത്തരം രക്തചംക്രമണ വ്യവസ്ഥ. അണലിയുടെ വിഷം മനുഷ്യ ശരീരത്തിൽ എന്തിനെയാണ് ബാധിക്കുന്നത്? ഉത്തരം രക്തചംക്രമണ വ്യവസ്ഥ. അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം നവംബർ 30. അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം നവംബർ 30. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ഇത് 2000 പാസ്സാക്കിയത്. ഇതിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി? ഉത്തരം KR നാരായണൻ. 2000 പാസ്സാക്കിയ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഉത്തരം KR നാരായണൻ.